ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴും എൻ്റെ ഹസ്ബൻഡിന് ഇന്ന് എന്തായിരിക്കും എനിക്ക് ഫേവറേറ്റ് ആയിട്ട് ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുക, എന്ത് നല്ല ഭക്ഷണമായിരിക്കും കൊടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നൊക്കെ ആലോചിച്ചിട്ടായിരിക്കും ഓരോ ഭാര്യമാരും എഴുന്നേൽക്കുന്നുണ്ടാവുക. നമ്മുടെ മാക്സിമം ടൈമൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ എഫേർട്ട് എടുത്തിട്ട് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നു, പലതരത്തിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അവസാനം എൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് ഇതെന്താ ഇങ്ങനെ ചെയ്തു വെച്ച്, എൻ്റെ അമ്മ ഇങ്ങനെ അല്ലായിരുന്നല്ലോ ചെയ്യാറ്, എൻ്റെ അമ്മ ഇങ്ങനെയായിരുന്നു ചെയ്യാറ്, എൻ്റെ അമ്മ നല്ല അടിപൊളിയായിട്ട് ചെയ്യാറുണ്ടായിരുന്നു, നീ വെച്ചതിന് ടേസ്റ്റൊന്നുമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ല എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യായിരുന്നു എന്ന തരത്തിലുള്ള കുറേ റിയാക്ഷൻസ് കിട്ടുന്ന പല വീടുകളും നമ്മൾക്കിടയിലുണ്ട്. ഇത്തരത്തിലൊരു സാഹചര്യം വരുന്ന സമയത്ത് ആസ് എ വൈഫ് എന്നുള്ള നിലയ്ക്ക് ആ ഒരു വ്യക്തിയുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അവിടെ തകർന്നു പോവുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇത്രയും റെസ്പെക്റ്റോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഇത്രയും സ്നേഹത്തോട് കൂടിയിട്ട് എഫേർട്ട് എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടും ഒരു തരത്തിലുള്ള ഒരു അപ്രിസിയേഷൻ പോട്ടെ, ഒരു തരത്തിലുള്ള ഒരു വാല്യൂസ് പോലും തരാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റമായിരിക്കും സാധാരണ കിട്ടാറുണ്ടാവുക. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ഇവിടെ അമ്മയെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്, അമ്മ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. പക്ഷെ ഇവിടെ ഹസ്ബൻഡിന് വരുന്ന ഒരു ഫോൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തികളും ഇൻഡിവിജ്വൽ ആണല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള രീതികളായിരിക്കും ഉണ്ടാവുക. ഓരോരുത്തരുടെ സ്നേഹിക്കുന്ന രീതിയാണെന്നുണ്ടെങ്കിലും അവർ ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഒക്കെ ഇൻഡിവിജ്വലായിട്ട് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം അമ്മയെ പോലെ തന്നെ ഇവളും ആകണം എന്നുള്ള ഒരു വാശി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഒരിക്കലും ചിലപ്പം അവരെ പോലെ ആവാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടായിരിക്കും ഓരോ സ്ത്രീകളും തൻ്റെ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടും അവരുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുക. അതിനെ നമുക്ക് അമ്മയെ പോലെ ആയിട്ടില്ലെങ്കിലും നീ ചെയ്യുന്നത് നിൻ്റേതായിട്ടുള്ള വഴിക്ക് ശരിയാണ് എന്നുള്ളൊരു വാക്ക് മതിയാകും, അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് മതിയാവും ഏതൊരു സ്ത്രീക്കും പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു സപ്പോർട്ട് ഇല്ലാതിരിക്കുന്ന സമയത്ത് പിന്നെ ഇയാൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ട് ഒരു കാര്യവും ഇല്ല, ഒരു തരത്തിലുള്ള ഇമോഷൻസും ഇല്ല, ഒരു അപ്രിസിയേഷൻ ഒന്നും തരുന്നില്ല, പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്നുള്ള ചിന്തയിലേക്ക് ഇവർ ഉൾവലിഞ്ഞു പോകുന്ന ഒരവസ്ഥ വരാറുണ്ട്. ഉള്ളിൽ ടെൻഷൻ അടിച്ചിട്ട് അല്ലെങ്കിൽ അവർ ഇമോഷണലി സ്ട്രഗിൾ ആയിട്ട് പലപ്പോഴും വേദന അനുഭവിക്കുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. പല ക്ലയൻസുകൾ വന്ന് പറയുന്ന സമയത്തും ഇത്രയൊക്കെ ചെയ്ത് കൊടുത്തിട്ടും ഒരു നന്ദിയില്ലാതെ അല്ലെങ്കിൽ അപ്പോഴും അമ്മയെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, എനിക്കതുപോലെ ആവാൻ പറ്റണില്ല, കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയാണ്, ഞാൻ അത് പഠിച്ചിട്ടില്ല, ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ ആസ് എ ഹസ്ബൻഡ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ, ആസ് എ നിങ്ങളുടെ വൈഫ് നീ ചെയ്യുന്നത് നിൻ്റേതായിട്ടുള്ള രീതിയിൽ ശരിയാണ്, ഓക്കെ ഐ ആക്സെപ്റ്റ് ദാറ്റ് എന്നൊന്ന് മാത്രം പറഞ്ഞാൽ മതിയാകും. അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ മാത്രം നിങ്ങൾ കൊടുത്താൽ മതിയാകും ആ ഒരു ഹേർട്ടിനെ അവർക്ക് ഹീലാക്കാൻ വേണ്ടിയിട്ട്.